മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം മാതാപിതാക്കളോട് ഒരു വാക്ക് എനിക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് ശിക്ഷണങ്ങൾ നൽകണം എന്നാണ്. പലപ്പോഴും അതിനെ ഭയപ്പെടുന്ന മാതാപിതാക്കളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ, അവർ വളർന്നിട്ട് വേണ്ട തരത്തിൽ കൊടുക്കാം എന്നൊക്കെ കരുതുന്നവരുണ്ട്. അതൊരു ധാരണപ്പിശകാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ശിക്ഷണങ്ങൾ നൽകണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നെ തെറ്റിദ്ധരിക്കരുത്, വളരെ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ അടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഒക്കത്തിരിക്കുന്ന കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും പപ്പായ്ക്കിട്ടൊരു അടി കൊടുക്കുക. കുരുന്ന് കൈയല്ലേ, ഒന്നും പപ്പായ്ക്ക് വേദനിച്ചൊന്നുമില്ല. അവിടെ നമ്മൾ ചിരിച്ച് അല്ലേലും അവനറിയാം ആർക്കിട്ട് അടിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞൊരു തമാശയൊക്കെ പറഞ്ഞ് അതിനെ ലാഘവബുദ്ധിയോടെ വിടരുത്. അപ്പോൾ തന്നെ നമ്മൾ പറയണം, അയ്യോ പപ്പായ്ക്കിട്ട് അടിക്കല്ലോ കേട്ടോ, പപ്പായ്ക്കൊരു ഉമ്മ കൊടുത്തേ എന്ന് പറഞ്ഞാൽ ആ അടിച്ചെടുത്തൊരു ഉമ്മ കൊടുപ്പിച്ചാൽ ആ കുഞ്ഞിൻ്റെ മനസ്സിലത് പതിയും. ഇത് നമ്മൾ എതിർക്കേണ്ട ആളല്ല, സ്നേഹിക്കേണ്ട ആളാണ് എന്ന ബോധ്യം കൊടുക്കുക. ഞാൻ പറഞ്ഞാൽ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ തിരുത്തലുകൾ കൊടുക്കണം, ശിക്ഷണങ്ങൾ കൊടുക്കണം എന്നതാണ് അച്ഛൻ പറയാനുള്ളത്. ഞാൻ എൻ്റെ വീട്ടിൽ സന്ദർശിക്കുവാൻ ചെന്നു. വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു 3 കാലൻ സൈക്കിളിൽ ഒരു കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അവൻ എൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ കാലേ കൂടെ കയറ്റി അവൻ ഇറക്കും. അവനൊരു കുന്നിൻ്റെ മുകളിൽ കയറുന്ന സുഖമാണ്. എനിക്ക് കാര്യമായിട്ടൊന്നും പറ്റാഞ്ഞുകൊണ്ട് ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ 2ാം പ്രാവശ്യം അവൻ കയറ്റാൻ വന്നപ്പോൾ അമ്മ കണ്ടു. ഡാ പാടില്ല, എഴുന്നേക്ക് എന്ന് പറഞ്ഞു. അവനെ എഴുന്നേൽപ്പിച്ചു. അച്ഛൻ്റെ കാലാണോ കേട്ടുന്നത്? എന്നിട്ട് അച്ഛനോട് മാപ്പി ചോദിക്കാൻ പറഞ്ഞു. അവന് മാപ്പെന്ന് പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞ് പോട്ടമ്മച്ചി അച്ഛൻ മിണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അവനോട് പറഞ്ഞു മാപ്പി ചോദിച്ചില്ലേ. മാപ്പി ചോദിച്ചില്ലേ അമ്മച്ചിക്ക് ഇനി കൂട്ടില്ല കേട്ടോ. അതവന് സഹിക്കത്തില്ല അമ്മച്ചിയായിട്ട് കൂട്ടുവെട്ടാൻ. ഏതായാലും അവന് അർത്ഥം എന്ന് പറയുമ്പോൾ അവനോട് പെട്ടെന്ന് മാപ്പ് എന്ന് പറഞ്ഞ് അവനൊറ്റ ഓട്ട് ഓടി. അപ്പോൾ ഈ അമ്മച്ചിനോട് പറയാം, അച്ഛാ അവനെ ഞാൻ തിരുത്തണ്ടേ? ഞാൻ പറഞ്ഞു ശരിയാ അമ്മച്ചി, ഏത് ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരുത്തലുകൾ പ്രായത്തിനനുസരിച്ച് മതി, പക്ഷേ കൊടുക്കണം. കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സുഭാഷിതം 13:24 പറയുന്ന തിരുവചനം ഇങ്ങനെയാണ്: മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു. നമ്മൾ മക്കളെ ശിക്ഷ കൂടാതെ വളർത്തുകയാണെങ്കിൽ എൻ്റെ അർത്ഥം ആ അപ്പനോ അമ്മയോ മകനെ വെറുക്കുന്നു എന്നാണ്. സ്നേഹമില്ലാഞ്ഞിട്ടാണ് തിരുത്താത്തത് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് തിരുവചനം പറയുകയാണ്. സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകുവാൻ ജാഗ്രത കാട്ടുന്നു തിരുവചനം പറയുകയാണ്. സ്നേഹമുള്ള മാതാക്കൾ കുട്ടികളെ തിരുത്തും, തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തും. സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അത് മനസ്സിലാകണം. അതുപോലെ അമിതമായ ലാളന പാടില്ല. പ്രഭാഷകൻ 30:1-13 വരെയുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ചും 9ാം വാക്യം അത് പറയുന്നുണ്ട്. അമിതമായി ലാളിക്കാൻ പാടില്ല, അവൻ നിന്നെ ഭയപ്പെടുത്തും എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കുട്ടികൾക്ക് വളരെയേറെ കിട്ടുന്ന ഒരു സംഗതിയാണത്. അതൊന്ന് സൂക്ഷിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. പ്രഭാഷകൻ 7:23-24 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, മക്കളെ അച്ചടക്കത്തിൽ വളർത്തുക, ചെറുപ്പം മുതലേ അനുസരണത്തിൽ ശീലിപ്പിക്കുക, നിൻ്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കുവാൻ ശ്രദ്ധ പതിപ്പിക്കുക, അതിലാളനം അരുത് എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. അവരുടെ ദുർവാശിക്ക് വഴങ്ങരുത്. ദിനചര്യകളൊക്കെ ഒന്ന് കൃത്യമാക്കണം. നല്ല ശിക്ഷണം കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ വിലക്ക് കൽപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല ശിക്ഷണം. അത് അടിയല്ല. അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കാതെ ഒരു ശിക്ഷണമാണെന്ന് അവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വസ്ത്രധാരണം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് സഭ്യമായിരിക്കാൻ പരിശ്രമിക്കണം എന്നുകൂടി ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ കത്തുകളിലേക്ക് കിടന്നാലോ? ഇന്നത്തെ കത്ത് ആരുടെയാണ്? ഇന്നത്തെ ആദ്യത്തെ കത്തെഴുതുന്നത് കൊല്ലത്ത് നിന്നും മോബൻ എന്ന ഭർത്താവാണ്. അച്ഛാ, ഞങ്ങൾ വിവാഹിതരായിട്ട് 7 മാസമായി. അവളുടെ പേര് ബിസ്മി എന്നാണ്. അവൾ ഷിക്കാഗോയിലാണ്, ഞാൻ നാട്ടിലും. അച്ഛാ, അവൾ സ്റ്റേറ്റ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ
എന്നെ ഫോൺ വിളിക്കുന്നതിൽ വളരെ വിമുഖതയാണ് കാണിക്കുന്നത്. ഞാൻ ഭർത്താവാണ്, നീ എന്നെ വിളിക്കണമെന്നു ഞാൻ പറഞ്ഞു. അവൾക്കത് ഇഷ്ടപ്പെടുന്നില്ല. വല്ലപ്പോഴും ഒന്ന് വിളിക്കും, അപ്പോഴും കാര്യമായിട്ട് ഒന്നും മിണ്ടുകയില്ല. എനിക്ക് പണ്ടേ ഫോൺ വിളിക്കുന്ന സ്വഭാവം ഇല്ല എന്നാണ് അവൾ പറയുന്നത്. അവൾ പണം ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നുണ്ട്. അത് പാടില്ല, ചെലവ് ചുരുക്കണമെന്നു പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഭർത്താവല്ലേ അച്ഛാ, ഞാൻ പറയുന്നത് അവൾ കേൾക്കേണ്ടതല്ലേ? ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ എവിടെ ചെന്ന് നിൽക്കും? ഞാൻ എന്തു ചെയ്യണം? ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകണമേ. തീർച്ചയായിട്ടും ഞാൻ മോബിനെ മനസ്സിലാക്കുന്നു, അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നുണ്ട്. എന്നാൽ എനിക്ക് മോബിനോട് പറയാനുള്ളത്, ചിലപ്പോൾ അവൾ സ്റ്റേറ്റ്സിലാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരക്കുകളിൽ ചിലപ്പോൾ വിളിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരാം എന്നെനിക്ക് ഒന്ന് പറയാൻ തോന്നുന്നുണ്ട്. പിന്നെ നമ്മളും അവർ തമ്മിൽ സമയവ്യത്യാസമുണ്ട്. ഈ സ്റ്റേറ്റ്സിലെ സമയവും നമ്മുടെ ഇന്ത്യൻ ടൈം തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. പ്രത്യേകമായ ചില ടൈമിങ്ങൊക്കെ നോക്കി വേണം ഈ വിളിക്കാൻ. ചിലപ്പോൾ അത് മറന്നു പോയെങ്കിൽ പോയി, പിന്നെ വിളിക്കാനും സാധിക്കില്ല. കാരണം പാതിരാത്രിക്ക് എന്തിനാ ഇവനെ അലട്ടുന്നതെന്ന് അവൾ വിചാരിക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടാകാം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. പിന്നെ അവൾ തന്നെ പറഞ്ഞതുപോലെ ചിലർക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. അങ്ങനെ അവൾ പറഞ്ഞതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, വിളിക്കുന്ന സ്വഭാവമില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഞാനെപ്പോഴും പറയും, നേച്ചറൽ ഡിഫറൻസസ് എപ്പോഴും ഉണ്ട്. ഞാൻ വളർന്നു വന്ന വീട്, എൻ്റെ സാഹചര്യമൊക്കെ എന്നെ ഒരു രൂപപ്പെടുത്തുന്നുണ്ട്. ചിലർക്കത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ചില വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൂടെ വരുന്ന ചില കപ്പിൾസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കും. ഈ പണ്ട് മൊബൈലൊന്നും ഇല്ലായിരുന്നപ്പോഴും പുറത്തു പോയി ലാൻഡ് ഫോൺ വിളിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ മനസ്സിലറിയാതെ ഇച്ചിരി ടൂ മച്ച് ആണല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് അവരുടെ രീതിയാണ്. എന്നാൽ വേറെ ഞാൻ അങ്ങനെ വിളിക്കത്തില്ല. അതൊരു നേച്ചറാണ്. ഇപ്പോൾ അവളത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇല്ല എന്ന് പ്രധാനമാണ്. നമ്മൾ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു സ്നേഹക്കുറവാണ്, അവൾക്കെന്നെ ബഹുമാനം ഇല്ല എന്നുള്ള ചിന്തയിൽ കാണരുത് എന്നാണ് എനിക്ക് പ്രിയപ്പെട്ട മോബിനോട് പറയാനുള്ളത്. പിന്നെ ഞാൻ ഭർത്താവാണ് എന്നത് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമല്ലെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഭർത്താവാണെന്ന് അവർക്കറിയാം, തീർച്ചയായിട്ടും ബൗദ്ധികമായിട്ട് അവർക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ പെരുമാറ്റം കൊണ്ട് അത് ബോധ്യപ്പെടുത്തണം. എൻ്റെ അവളോടുള്ള ഇടപെടലുകൾ, സ്നേഹം, അതിൽ ബോധ്യപ്പെടുത്തുകയാണ് നല്ലത്. കരുതലും ക്ഷമയും ഒക്കെ കാണിക്കുമ്പോൾ അത് അവർക്ക് ബോധ്യമാകും. എഫേസ്യസ് 5:25 തിരുവചനം പറയുന്നുണ്ട്, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാഷ പറഞ്ഞാൽ മരിച്ച് സ്നേഹിക്കണമെന്ന്. ക്രിസ്തു സഭയെ സ്നേഹിച്ചാൽ മരിച്ചാണ്. അപ്പോൾ അത് ശരിക്ക് സ്നേഹിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് സാധിക്കും. സ്വന്തം ശരീരത്തെ എന്നവണ്ണം സ്നേഹിക്കണം. ഈശോ വീണ്ടും എടുത്തു പറഞ്ഞ ഒരു വാക്കാണല്ലോ. അപ്പോൾ ചിലവ് ചുരുക്കുന്നത് നല്ലതാണ്, എന്നാൽ അവിടുത്തെ ജീവിതം കൂടുതൽ കോസ്റ്റ്ലി ആകാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഒത്തിരി പൈസ ചിലവാക്കുന്ന പരാതി പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ജീവിതം നമ്മളെക്കാളൊക്കെ ഒത്തിരി കോസ്റ്റ്ലിയാണ്, അതുകൊണ്ടും കൂടെ ആവാം എന്ന് തോന്നുന്നു. ഏതായാലും അവൾക്ക് അവിടുത്തെ കൾച്ചർ അനുസരിച്ചൊക്കെ ജീവിക്കേണ്ടി വരുമല്ലോ. കൂടുതൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നാട്ടിൽ വരുമ്പോൾ രണ്ടുപേരും ഒരു മാരേജ് കൗൺസിലിങ്ങിന് വരുന്നത് അല്ലെ പോകുന്നത് നല്ലതാണ്, ആരുടെയെങ്കിലും അടുത്ത് പോകുന്നത് നല്ലതാണ് എന്ന് എനിക്ക് പറയാനുണ്ട്. പ്രധാനമായിട്ടും എനിക്ക് മോബിനോട് പറയാനുള്ളത്, അവളെ സ്നേഹം കൊണ്ട് നേടിയെടുക്കണം. അത് പറ്റും, മോബിന് പറ്റും, അതൊരു സംശയമില്ല. കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ലവ് കൊടുക്കുക. ഇപ്പം പുറത്താണ് എങ്കിലും കൊടുക്കുക. അങ്ങനെ സ്നേഹം കൊണ്ട് നേടിയെടുത്തുകൊണ്ട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട്, നെഗറ്റീവായിട്ട് കാണരുത്, എല്ലാത്തിനും ഒരു പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നേടിയെടുക്കുക. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുക. ദൈവം തന്ന ജീവിത പങ്കാളിയല്ലേ, അവളെ കൂടുതൽ താവിനെ അനുയോജ്യമാക്കി തീർക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ഇതേപ്പറ്റി എന്താണ് നിമ്മിക്ക് പറയാനുള്ളത്? പരസ്പരം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും എല്ലാവർക്കും അദമ്യമായ ആഗ്രഹമുണ്ട്. അതൊരു അടിസ്ഥാനപരമായ കാരണം തന്നെയാണ്. അപ്പോൾ അതിന് കാരണം മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം എന്ന് തന്നെ പറയുന്നു. പിന്നെ ദൈവം തൻ്റെ സ്വന്തം ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഛായ എന്ന് പറയുന്നത് ദൈവം സ്നേഹമാണല്ലോ. അപ്പം സ്നേഹമാണ് ദൈവത്തിൻ്റെ ഛായ എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്, സ്നേഹത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം സ്നേഹം പങ്കുവയ്ക്കാനുള്ളതാണ്. അപ്പം ഫോൺ വിളിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അകലെ ആയിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അടുക്കാനുള്ള അദമ്യമായ ആഗ്രഹം തന്നെയുണ്ട്. അപ്പം അവളുടെ ശബ്ദം കേൾക്കാനോ പരസ്പരം കേൾക്കാനുള്ള ആഗ്രഹം എന്തായാലും കാണുമല്ലോ. പിന്നെ അവൾ എന്തുകൊണ്ടാണ് വിളിക്കാത്തത്,
അവൾ പറഞ്ഞ ഒരു നേച്ചർ അവൾ വിളിക്കുന്ന സ്വഭാവമേ അല്ല. പക്ഷേ വിവാഹിതരായി കഴിഞ്ഞാൽ ആ സ്വഭാവമൊക്കെ തനിയെ മാറും. ഒരു ഭർത്താവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ വിളിക്കാതിരിക്കും. അപ്പം വിളിക്കാതിരിക്കാൻ എന്താണ് കാരണമെന്ന് നമുക്കറിയാൻ പാടില്ല. എങ്കിലും പ്രത്യേകം അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്നത് പോലെ തിരുരക്തം കൊണ്ട് കഴുകി വിശദീകരിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഏത് കാര്യവും സാധിക്കും. അപ്പോൾ അവളെ സമർപ്പിച്ച് ഈ ഭർത്താവ് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാ കാര്യവും നേടിക്കിട്ടും. അവളെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റും. അവളും ഇങ്ങോട്ട് വിളിക്കേണ്ടത് അത്യാവശ്യമാണ്. വിവാഹിതരായിരിക്കുന്നത് അതിന് തന്നെയാണല്ലോ. അപ്പോൾ അവൾ വിളിക്കേണ്ടതാണ്. അപ്പം ദൂരെ ആയിരിക്കുമ്പോൾ ഷിക്കാഗോയിൽ അല്ലെങ്കിൽ ഇവനെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തുക. അപ്പം രണ്ടുപേരും ഒന്നിച്ചായിരിക്കുമ്പോൾ തന്നെ വിവാഹിതരാകുന്നത് ഒന്നിച്ച് കഴിയാനാണല്ലോ. അപ്പം 7 മാസമേ ആയുള്ളൂ. പക്ഷേ അവൾ വിളിക്കുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞത് സ്നേഹം കൊണ്ട് നേടിയെടുക്കുക, അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുക. അതാണ് നിമിക്ക് പറയാനുള്ളത്. പിന്നെ അവളും കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലേ, അവൾ വിളിക്കേണ്ട ഒരു ആവശ്യമാണ് എന്നുള്ളത് നിമ്മയോട് ഇൻസിസ്റ്റ് ചെയ്ത് പറയുകയുണ്ടായി. ഭർത്താവ് എപ്പോഴും ഭാര്യയുടെ ശിരസ്സാണല്ലോ. അപ്പം ശിരസ് പറയുന്നത് കുറേയൊക്കെ അംഗീകരിച്ചേ മതിയാകും. ശിരസ്സാണല്ലോ നിയന്ത്രിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കുക. അപ്പോൾ പരസ്പരം വിധേയത്വം ഉണ്ടാകും. ഇതേപ്പറ്റി എന്താണ് ടോംസിന് പറയാനുള്ളത്? എനിക്കച്ചാ അവൻ്റെ കത്തിൽ നിന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിളിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വെച്ച് അവർ തമ്മിൽ സ്നേഹമായിരുന്നു എന്നൊരു ധ്വനി അതിനകത്ത് അന്തർലീനമാണ്. അപ്പം അവർ തമ്മിൽ ആ സ്നേഹത്തിൻ്റെ ആ ശൈലിയിലും ആ ഒന്നിപ്പിലും ഒന്നും യാതൊരു പ്രയാസങ്ങളും ഉണ്ടായിരുന്നതായിട്ട് പറയുന്നില്ല. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ അവിടുത്തെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ റെഗുലർ കോണ്ടാക്റ്റിന് തടസ്സമുണ്ടാകാം. അതിനെ ഈ മോബൻ നാട്ടിലാണെങ്കിലും അവളുടെ ഫ്രീ ടൈം എപ്പോഴാണെന്ന് കണക്കാക്കിക്കൊണ്ട് എല്ലാ ദിവസവും ഒരു മിസ് കോൾ കൊടുക്കുകയോ എല്ലാ ദിവസവും ഒന്ന് വിളിക്കുകയോ ഒക്കെ ചെയ്താൽ അവളുടെ ആ ഒരു സ്വഭാവമുണ്ടെങ്കിൽ പോലും മുതലേ അവളെ മാറ്റിയെടുക്കാൻ പറ്റും. അത് അവൾ ഇങ്ങോട്ട് വിളിച്ചോട്ടെ, അവളെല്ലാം ചെയ്യട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റ് വേണ്ട. പിന്നെ അടിവരയിട്ട് അച്ഛൻ പറഞ്ഞ് ഒന്നുകൂടെ ഞാൻ പറയാനിരിക്കുക, ഞാനൊരു ഭർത്താവാണ് 2 പ്രാവശ്യം അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊരു ആവശ്യമില്ലാത്ത ഇടപാടാ. അത് അച്ഛൻ പറഞ്ഞതുപോലെ കർമ്മം കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് തീർച്ചയായിട്ടും അവളത് ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. എൻ്റെ ഭർത്താവാണെന്നുള്ള ആ ബോധ്യം അവൾക്ക് ഉണ്ടാവും, അതിന് തർക്കമൊന്നുമില്ല. അത് പിന്നെ പറഞ്ഞടിച്ചേൽപ്പിക്കുന്നതെന്ന് അത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഭാര്യമാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ നിൻ്റെ ഭർത്താവാ, ഞാൻ നിൻ്റെ ആ ഒരു ശൈലി ഒഴിവാക്കുന്നത് നല്ലതാണ്. 2, ഈ തീർച്ചയായിട്ടും ദൈവം അവരെ ഒന്നിപ്പിച്ചത് അവരെ ഒന്നിച്ചു വസിക്കാനാണ്. എത്രയും വേഗം സാഹചര്യങ്ങൾ നമുക്ക് വ്യക്തമല്ലെങ്കിൽ പോലും എത്രയും വേഗം അവർ ഒന്നിച്ചു വസിക്കാനുള്ള ഒരു കാര്യം ഉണ്ടാകണം. സാമ്പത്തികത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു വിഭജനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു പക്ഷേ എങ്കിലേ പണം നേടാനാണല്ലോ നമ്മൾ ഈ പരക്കം പാച്ചിലൊക്കെ. ഈ പരക്കം പാച്ചിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുമെങ്കിൽ പിന്നെ ആ പണം കൊണ്ട് എന്താ കാര്യം? അപ്പം അതുകൊണ്ട് അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നൊരു വാദക്കാരനാണ് ഞാൻ. കാരണം ഞാനൊക്കെ കല്യാണം കഴിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ എൻ്റെ അപ്പനൊരിക്കൽ പറഞ്ഞു, നീ പൊക്കോ, അവളിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അച്ഛനോട് സ്നേഹപൂർവ്വം പറഞ്ഞു, അച്ഛാ അവിടെയാണേലും ഇവിടെയാണേലും ഞങ്ങൾ ഒന്നിച്ച്, അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ പോരുന്നതോ അല്ലെങ്കിൽ ഇവളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതോ അവളെ ഞാനിങ്ങനെ പോരുന്നതോ ഏതേനാണേലും ആ ഒരു സ്റ്റെപ്പ്. അപ്പം അച്ഛൻ പറഞ്ഞു, നീ ഇവിടെ ഇങ്ങോട്ട് പോന്നാൽ എനിക്ക് ഒത്തിരി സന്തോഷം. നമുക്കൊരു തീരുമാനത്തിലെത്താവുന്നത് തീർച്ചയായിട്ടും മിസ് കോളൊക്കെ അടിച്ച് സ്നേഹത്തോടു കൂടി അവളെ ഓർമ്മിപ്പിക്കാം. അങ്ങനെ അത് നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ടോംഷൻ പറയുന്നത്. പിന്നെ എത്രയും വേഗം സാഹചര്യങ്ങൾ പറയുന്ന പോലെ എത്രയും വേഗം ഒരുമിച്ച് ജീവിക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളത് സ്വന്തം ജീവിതം സാക്ഷ്യപ്പെടുത്തി ടോംഷൻ പറയുകയുണ്ടായത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് തന്നെയാണ് മോബനോട്, അത് അനുസരിച്ച് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തളരാതെ ധൈര്യമായിട്ട് ധീരതയോടെ മുന്നോട്ട് പോകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അടുത്ത കത്ത് നമുക്ക് വായിച്ചാലോ? അടുത്ത കത്ത് എഴുതുന്നത് കപ്പാട് നിന്ന് മിനിയാണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, എൻ്റെ ഭർത്താവിൻ്റെ പേര് സോജൻ. ഞങ്ങളുടേത് പ്രേമവിവാഹമായിരുന്നു. എനിക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ലായിരുന്നു. എങ്കിലും അയാൾ എൻ്റെ പിറകെ നടന്ന് വിവാഹം നടത്തി. വിവാഹം കഴിഞ്ഞതിൽ പിന്നെ അദ്ദേഹത്തിന് എന്നോടൊരു സ്നേഹവുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോജൻ ശരിക്കും മദ്യപിക്കും. അനാശാസ്യ പ്രവർത്തനങ്ങളുമുണ്ട്. ഇപ്പോൾ അയാൾ ഗൾഫിലാണ്.
വീട്ടിൽ അവധിക്ക് വന്നാലും ഒന്നിച്ച് കിടക്കില്ല. എന്നെ ഒത്തിരി ഉപദ്രവിക്കും. ഞാൻ പ്രാർത്ഥനക്കാരി എന്നാണ് പരാതി. മക്കളും ഇപ്പോൾ അപ്പൻ്റെ വഴിയിലൂടെയാണ് യാത്ര. മൂത്ത മകൻ ലോഹിത് ഇപ്പോൾ പള്ളിയിൽ പോകില്ല. വിശ്വാസമില്ല. അവൻ ഡൽഹിയിലാണ്. ഞാൻ ആകെ തളരുന്നു. എന്തു ചെയ്യണം? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തീർച്ചയായിട്ടും മിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മിനിയുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്നാൽ മിനിയുടെ പ്രശ്നത്തിലേക്ക് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് പൊതുവായിട്ടാണ്. മിനിയെ മാത്രം ലക്ഷ്യമാക്കിയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് പ്രേമിക്കേണ്ടത് വിവാഹം കഴിഞ്ഞാണ്. ഉത്തമഗീതം 3:5 പറയുന്നു. ഉത്തമഗീതം 3:5 എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം എന്നെനിക്ക് പറയാനുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: സമയമാകുന്നതിന് മുൻപ് പ്രേമത്തെ ഇളക്കി വിടരുത്. ഏതായത് സമയം വിവാഹമാണ്. ദൈവം നിശ്ചയിക്കുന്ന സമയമാണ്. ആ സമയത്ത് വിവാഹം കഴിഞ്ഞാൽ പിന്നെ തുടങ്ങിക്കോണം, ശരിക്കും പ്രേമിച്ചോണം. ടോമിച്ച് പറഞ്ഞാൽ ഓർക്കുന്നില്ല, അങ്ങേയറ്റം ഉള്ള സ്നേഹം അത് കൊടുക്കണം എന്ന് എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് അത് കഴിഞ്ഞ് ശരിക്കും പ്രേമിക്കണമെന്ന് ഞാൻ പറയാനുള്ളത്. മിനി തളരാതെ അദ്ദേഹത്തിൻ്റെ മദ്യപാനം മാറാനായിട്ട് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പറയും. ഈ ഏതെങ്കിലും ഒരു തിന്മ മാറണമെങ്കിൽ 2 തരത്തിലും വർക്ക് ചെയ്യണം. ഒന്ന് പ്രാർത്ഥന വേണം, അതോടൊപ്പം നമ്മൾ പരിശ്രമിക്കുകയും കൂടി ചെയ്യണം എന്ന് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ എനിക്കൊരു ചിന്ത, നാട്ടിൽ വരുമ്പോൾ ഒരാൾ ഗൾഫിലാണ്, നാട്ടിൽ വരുമ്പം ഇന്ന് ധാരാളം വഴികൾ, മദ്യപാന ചികിത്സകളൊക്കെ ഉണ്ട്. യാതൊരു ദൂഷ്യവും ഉണ്ടാക്കാത്തതാണ് കേട്ടോ. ദൂഷ്യം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ മനുഷ്യർ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ശരിയല്ല. ദൂഷ്യമില്ലാത്ത ചികിത്സകളൊക്കെ ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ധ്യാനങ്ങളുണ്ട്. അപ്പോൾ അത് ഉപകാരം ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവധിക്ക് വന്നാലും ഒരുമിച്ച് കിടക്കത്തില്ല എന്നൊരു പ്രശ്നം മിനി പറഞ്ഞു. അതൊരു സീരിയസ് പ്രോബ്ലമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു ശരിയായൊരു കൗൺസിലിംഗ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മെച്ചമാകും. എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ അകന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ കാരണം അവർ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ്, എന്താ പറ്റിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തോന്നുന്നുണ്ട്. മൂത്ത മകന് പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവന് ഇപ്പോൾ അപ്പനെ പോലെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനും ഒരു പ്രോപ്പർ കൗൺസിലിംഗ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മിനി എല്ലാം കൊണ്ടും അസ്വസ്ഥയാണ്. മിനി തളരാതിരിക്കുക. മിനിയെ എൻ്റെ അഭിപ്രായത്തിൽ ആ കുടുംബത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ദൈവം മിനിക്കൊരു ദൈവവിളി തന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ചലഞ്ചായിട്ട് ഈ വിളി ഒരു വെല്ലുവിളിയായിട്ട് എടുക്കണം എന്ന് എനിക്ക് പറയാനുണ്ട്. സ്നേഹം കൊണ്ട് നേടുക, അതുപോലെ തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ ഒരു മനോഭാവം പുലർത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതേക്കുറിച്ച് എന്താണ് ടോമിച്ചിന് പറയാനുള്ളത്? മികച്ച മിനിയുടെ കത്തിൽ നിന്ന് എനിക്ക് മിനിയുടെ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇത് മിനിയുടെ ഈ കത്ത് നമ്മളെ കേൾക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയാകാൻ അത് ഒത്തിരി നല്ലതാണ്. കാരണം അവൻ പുറകെ നടന്നതിൻ്റെ പേരിൽ മിനി അവളെ കല്യാണം കഴിച്ചു എന്നാണ്. ആ കല്യാണം കഴിക്കുന്നത് ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ചെയ്യേണ്ട ഒരു പ്രക്രിയ അല്ല എന്നുള്ളത് ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ചെറുപ്പക്കാരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ. ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ, വിവാഹം ഒരു വിളിയാണ്, ദൈവവിളിയിലാണ്. പൗരോഹിത്യം പോലെ സന്യാസവ്രതം പോലെ തന്നെ ഉള്ള ഒരു വലിയ ഉത്തരവാദിത്വമുള്ള ദൈവവിളിയാണ് കുടുംബജീവിതം. ആ ബോധ്യത്തിലേ അതിലേക്ക് കടക്കാവൂ. ആരുടെയെങ്കിലും നിർബന്ധത്തിനോ, നമുക്കറിയാം വിവാഹത്തിന് മതബാഹയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പം പോലും പുരോഹിതൻ ചോദിക്കും, ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയാണോ ഇതിന് വന്നിരിക്കുന്നത്? സ്വയമേ എടുക്കേണ്ടതാണ്. അത് അവൻ നിർബന്ധിച്ചതിൻ്റെ പേരിൽ ആ ഒരു വലിയ ദൗത്യം മറന്നിട്ട്, എന്തിനാ വിവാഹം കഴിക്കുന്നതെന്ന് മറന്നിട്ട് അതിൽ ചെന്ന് പെട്ടത് എന്നാ ഈ അപകടത്തിൻ്റെയൊക്കെ കാരണത്തിലൊന്ന്. അതുകൊണ്ട് മിനിക്ക് വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്, ബാക്കിയുള്ളവർ വളരെ ശ്രദ്ധിക്കണമേ. അച്ഛൻ പറഞ്ഞതുപോലെ സമയത്തിന് മുമ്പ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വ്യാപരിക്കാതിരിക്കാൻ എല്ലാ യുവജനങ്ങളും ശ്രദ്ധിക്കുന്നത് ഒത്തിരി നല്ലതാണ്. 2, മിനിക്കിനി അതിനകത്ത് ചെയ്യാനുള്ളത്, അവൻ്റെ പോക്കിനെ പറ്റിയുള്ള പോരായ്മകൾ മിനി പറഞ്ഞു. അവിടെ മിനിയുടെ കരങ്ങൾക്കപ്പുറമാണ് അവൻ്റെ ശൈലികളെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവൻ ലൈംഗികമായിട്ടുള്ള അരുതാത്ത സ്വഭാവം, വൈകൃതങ്ങൾ എന്തോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. 2 മദ്യപിക്കുന്നുണ്ട്. എനിക്ക് മിനിയോട് പറയാനുള്ളത്, മിനി, നമ്മുടെ കർത്താവ്
കർത്താവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നതാണ്. അവൻ്റെ രക്തം തളിച്ചിട്ട് അവനെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഈശോയുടെ രക്തം സകലത്തിനും മതിയായതാണ്. ആ രക്തത്താൽ അവനെ കഴുകിയെടുക്കാൻ നിരന്തരം രാവിലെ എഴുന്നേൽക്കുമ്പം എൻ്റെ തമ്പുരാനെ, അവൻ അകലെയാണല്ലോ, എൻ്റെ തമ്പുരാനെ, അവൻ്റെ നെറുക മുതൽ പാദം വരെ നിൻ്റെ രക്തം ഒഴിച്ചവനെ കഴുകണമേ, ഓരോ കോശങ്ങളിലൂടെയും നിൻ്റെ രക്തം കടന്നു പോകട്ടെ, എല്ലാ മലിനതകളും മാറ്റപ്പെടട്ടെ എന്ന് പറഞ്ഞ് നിരന്തരം അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ അടുത്ത വരവിലേക്ക് അവൻ ഒരു നല്ല ചൈതന്യത്തോടു കൂടി തിരിച്ചു വരാൻ ഇടയാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുക. അതുപോലെ തന്നെ മോനും ആ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. മോനെയും തിരുരക്തം കൊണ്ട് കഴുകി വെടിപ്പാക്കാൻ പ്രാർത്ഥിക്കുക. അർപ്പണബോധത്തോടു കൂടി മിനി ഇതിനകത്ത് ഇറങ്ങി നിന്ന് കർത്താവിനോട് ചേർന്ന് നിന്നാൽ കർത്താവ് നമ്മോട് ചേർന്ന് നിൽക്കും. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പരിഹാരത്തിലേക്ക് കൊണ്ടുവരാം. മിനി ഇച്ചിരി ത്യാഗപൂർണ്ണമായിട്ട് അച്ഛൻ പറഞ്ഞതുപോലെ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മിനി ആ കുടുംബത്തെ വിശദീകരിക്കട്ടെ. അപ്പം മിനിയോട് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് പ്രാർത്ഥനയിലൂടെ രണ്ടുപേരെയും നേടിയെടുക്കണം എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ മറ്റുള്ളവരും ഇതൊരു പാഠമായിട്ട് എടുക്കണം എന്നുകൂടെ സൂചിപ്പിച്ചു. നിമിക്കെന്താണ് പറയാനുള്ളത്? വിവാഹം എന്നത് വിശേഷണ വഹിക്കുക എന്നാണ് പറയുന്നത്. അപ്പം വിവാഹം 3 തരത്തിലുണ്ടല്ലോ. ക്രമീകൃത വിവാഹം, പ്രേമവിവാഹം, പ്രേമ ക്രമീകൃത വിവാഹം. അതായത് ക്രമീകൃത വിവാഹം ആകുമ്പോഴത്തേക്കും അത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നു, അവർ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു. ഇന്ന് ഭൂരിപക്ഷവും പ്രേമവിവാഹമാണ്. അവർ തന്നെ കണ്ടെത്തുന്നു, അവർ വിവാഹം കഴിക്കുന്നു. പിന്നെ പ്രേമിച്ചിട്ട് മാതാപിതാക്കളുടെ അംഗീകാരത്തോടു കൂടി വിവാഹം കഴിക്കുന്നതും ഉണ്ട്. അപ്പം പ്രേമവിവാഹം 99% പരാജയപ്പെട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രേമവിവാഹത്തിലാണ് ഇവരുടെ വിവാഹം നടന്നിരിക്കുന്നത്. അതാണിപ്പം കൂടുതലും. അവൾക്ക് മനസ്സിനിണങ്ങിയതല്ലായിരുന്നു, അവളുടെ പുറകെ നടന്നു വിവാഹം കഴിച്ചു. അപ്പം അങ്ങനെയല്ല, നമുക്ക് മനസ്സിനിണങ്ങി അങ്ങോട്ട് സ്നേഹത്തിലായിരുന്നു വേണം. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ വിവാഹത്തിന് ശേഷം പ്രേമിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അത് പിന്നെ മദ്യപാനം, അനാശാസ്യ പ്രവർത്തനങ്ങൾ, മദ്യപാനിയായ ഭർത്താവും മക്കളുടെ ഈ തെറ്റായ ജീവിത രീതിയെല്ലാം ഒരമ്മ, ഒരു ഭാര്യ എന്ന നിലയിൽ അവർക്ക് വളരെ വേദനാജനകമാണ്. പിന്നെ ഈശോയോടൊത്ത് അവൾ ഈ വേദനയെല്ലാം ഈശോയിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, തളരാതെ മുന്നോട്ട് പോവുകയും തളരാതിരിക്കുക പ്രാർത്ഥനയിലൂടെ. പരിശുദ്ധ അമ്മ തൻ്റെ സ്വന്തം പുത്രനെ കൊടുത്തിട്ട് വേദനിച്ചിരിക്കുകയല്ലായിരുന്നല്ലോ, അവർ ശ്ലീഹന്മാരോടൊത്ത് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ പരിശുദ്ധ അമ്മയെ പോലെ മിനിയും പ്രാർത്ഥനയിലായിരുന്ന കുടുംബത്തെ രക്ഷിച്ചെടുക്കണം എന്നുള്ളതാണ് പറയുക. അതുകൊണ്ട് മിനി ധൈര്യമായിട്ടിരിക്കുക, തളരാതിരിക്കുക. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം. ഈ സംരക്ഷണം ശ്രദ്ധിക്കുന്ന എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വളരെ സ്നേഹപൂർവ്വം ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നമുക്ക് 2 കുടുംബങ്ങളെയും സമർപ്പിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം അല്ലേ? നല്ലവനും സ്നേഹനിധിയുമായ പൊന്നുതമ്പുരാനെ, ഞങ്ങൾ ഞങ്ങളുടെ മുമ്പാകെ 2 കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ്. സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന അങ്ങ് ആ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചെടുക്കുവാൻ കർത്താവെ കടന്നു ചെല്ലണമേ. ഞങ്ങളാരും ഒന്നു ചേർന്ന് ആ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ആ കുടുംബങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെന്ന് തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊടുത്ത് പൂർണ്ണമായും സൗഖ്യം നൽകണമേ. ആന്തരികവും മാനസികവുമായ സൗഖ്യം നൽകി ആ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അവരെ അങ്ങയുടെ രക്ഷയുടെ പാതയിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com.